ജസീറയുടെ നാട്ടിലെ ഈ കണ്ണൂർ മാടായിയിലെ മണൽ ഖനനം ഏത് രീതിയിലാണ് നടക്കുന്നത്? രാഷ്ട്രീയ കക്ഷികളുടെ ഒക്കെ പിന്തുണയോടെ തന്നെ നടക്കുന്നതാണോ, അതോ അവിടുത്തെ ഏതാനും ചിലരുടെ താല്പര്യങ്ങൾ മാത്രമാണോ അവിടെ നടക്കുന്നത്? അത് ഞാനിപ്പോ പറയണമെന്നുണ്ടോ? നമ്മുടെ അബ്ദുൽ കുലി സാർ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ, അത് വ്യക്തമല്ലേ? ഞാൻ പറയാതെ തന്നെ പറഞ്ഞു, അവര് തന്നെ പറഞ്ഞു. അതായത് ശ്രീ അബ്ദുള്ളക്കുട്ടിക്ക് അറിയാം അവിടെ എന്താണ് നടക്കുന്നതെന്ന്? അബ്ദുള്ളക്കുട്ടി, എനിക്ക് ബഹുമാനപ്പെട്ട അബ്ദുള്ളക്കുട്ടിന്റെ ഫോട്ടോ ഒക്കെ കണ്ട് പരിചയമുള്ളൂ. പക്ഷേ ഞാൻ അവരോട് ദയനീയമായി ഞാൻ പറയുവാണ്, നിങ്ങൾ നശിപ്പിക്കുന്നത് നമ്മുടെ നാടിനെ മാത്രമല്ല, നാട്ടിലുള്ള സ്വാതന്ത്ര്യത്താണ് നശിപ്പിക്കുന്നത്. ഇതൊരു നിസ്സാരമായി കണ്ടിട്ട് വെറും ഒരു കുറച്ച് പേർക്ക് ജീവിക്കണം എന്നുള്ള പേര് പറഞ്ഞ് വ്യാജേന കടത്തുന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തെ പോലും ഇല്ലാതാക്കുന്ന, നാടിനെ വിഴുകിക്കൊണ്ടിരിക്കുന്ന മണൽ മാഫിയൊക്കെ കൂട്ടു നിൽക്കുന്നത് എന്ത് ഇതിലാണ് അംഗീകരിക്കാൻ പറ്റുക? എന്തൊരു വിഷമം തോന്നുന്നു ചിന്തിക്കുമ്പോ. ഒരു MLA ഇങ്ങനെ പറയാന്ന് വെച്ചാ അതും എന്റെ മറുപടി അബ്ദുള്ളക്കുട്ടി, വടക്ക് നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വരികയാണ്. കഴിഞ്ഞ 21 ദിവസമായി അവർ സ്വന്തം നാട്ടിലെ മണൽ വാരുന്നതിനെതിരെ, കടൽ മണൽ കൊണ്ടുപോകുന്നതിനെതിരെ പോരാട്ടം നടത്തുകയാണ്. ഇനിയും അത് നിയന്ത്രിച്ചില്ലെങ്കിൽ ആ കടലോരമാകെ നശിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ആ നഗ്നമായ നിയമലംഘനത്തിനെതിരെ ഒരൊറ്റ രാഷ്ട്രീയ കക്ഷിയും ശബ്ദിക്കാതിരിക്കുമ്പോൾ അതിശക്തമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ആ സമരവുമായി വരുന്ന ഒരു സ്ത്രീയെ എന്തിനാണ് നിങ്ങളൊക്കെ ആക്ഷേപിക്കുന്നത്, പിന്തുണച്ചില്ലെങ്കിലും? തീർച്ചയായും. കാരണം മാടായിയിൽ ജസീറ പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമരം നടത്തി, പിന്നീട് കലക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തി. ആ സന്ദർഭത്തിൽ അവിടുത്തെ ജനങ്ങള് ഒരു പൗരസമിതി ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു ഗ്രാമത്തെ മുഴുവൻ അപമാനിക്കുന്ന വിധത്തിൽ. സത്യത്തിൽ ഈ പറയുന്ന പ്രദേശത്ത് മണൽ മാഫിയയുടെ വലിയ പ്രവർത്തനമൊന്നും ഇല്ലാത്ത ദേശമാണ്. ചെറിയ പ്രവർത്തനം ആ ജനങ്ങൾ സർവകക്ഷികളും ചേർന്ന് ചെറിയ പ്രവർത്തനം ജസീറ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിയിരിക്കുന്നു. അതായത് ജസീറയുടെ പരാതിയിൽ കഴമ്പുണ്ടായത് കൊണ്ടാണല്ലോ അവിടെ പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കിയത്. ശ്രീ അബ്ദുള്ളക്കുട്ടി പറയുന്നത് പോലെ ഈ മണൽ എടുത്തുകൊണ്ട് പോകുന്നത് നിയന്ത്രിച്ചത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസീർ എന്തിനാണ് ഇപ്പൊ ഈ സമരം നടത്തുന്നത്? ആ വിഷയം തീർന്നല്ലോ. അവര് കലക്ടറേറ്റിന് മുമ്പിൽ സമരം നടത്തി, ഇപ്പൊ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുകയാണ്. നമ്മള് ജസീറ ഉന്നയിക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ പുതിയ പരിസ്ഥിതി പ്രശ്നത്തെക്കാൾ പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നുന്നത് 3 കുട്ടികളായിട്ടാണ് അവർ കലക്ടറേറ്റിന്. അത് പോകട്ടെ ശ്രീ അബ്ദുള്ളക്കുട്ടി, എപ്പോഴും എല്ലാ കാലത്തും ഈ സമരങ്ങളെ തോൽപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് അത് മറ്റു പല പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്ന്. ജസീറ തന്നെ പറയട്ടെ, ജസീറ, അവിടെ ഇപ്പോൾ മണലെടുക്കുന്നില്ലെങ്കിൽ, വിൽക്കാനായി ആരും മണൽ കൊണ്ടുപോകുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ സമരം തുടരുന്നത്? അബ്ദുള്ളക്കുട്ടി സാറോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം തന്നെ പറഞ്ഞു, ചെറിയ തോതിൽ മണൽ മാഫിയക്കാരുണ്ടായിരുന്നു അവിടെ. അത് ജസീറയുടെ ഇടപെടൽ കാരണം നിർത്തിയിരിക്കുന്നു. കലക്ടർ ഇടപെട്ട് നിർത്തിയിരിക്കുന്നു. പിന്നെ എന്തിനാണ് സമരം? അതാണ് ജസീറ സമരത്തിന് ഇറങ്ങിയത്. ജസീറയ്ക്ക് ഒരു ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും ജസീറ ആ ഒരു നീരൊടുക്കുംചാൽ മാത്രമല്ല, പിന്നെ ജസീറ ഉന്നയിച്ചു പോയത്, എനിക്ക് ഇത്ര സ്ഥലം സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ മൊത്തം കടൽത്തീരം എനിക്ക് സംരക്ഷിക്കണം. എന്റെ ജീവിതം ഞാൻ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചു. അതിലെന്താണ് തെറ്റ്? ഈ ഒരു നീരൊടുക്കുംചാലിലെ സ്ഥലത്താണ് ഹെഡ് പോസ്റ്റ് വെച്ചിരിക്കുന്നത്. ഇനി എത്രയോ കടൽത്തീരങ്ങൾ, മാട്ടൂലെ കടൽത്തീരങ്ങൾ. ഞാൻ എവിടെ പറഞ്ഞു നീരൊടുക്കുംചാൽ എന്ന് ഒരു പേര് എവിടെ പറഞ്ഞു? കണ്ണൂർ കളക്ടറേറ്റ് ഞാൻ കൊടുത്ത പരാതിയിൽ വ്യക്തമാണ്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള തന്ത്രമാണോ അവിടെ ജനപ്രതിനിധികൾ പോലും പയറ്റുന്നത്? ഇതിപ്പം അബ്ദുള്ളക്കുട്ടിയുടെ അഭിപ്രായമല്ല. ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ജസീറയ്ക്കെതിരാണ്. കാരണം ജസീറയ്ക്കെതിരാവാൻ കാരണം ജസീറ ഉന്നയിച്ച പ്രശ്നത്തിന്റെ കാര്യത്തിലല്ല. ചെറിയ കുട്ടികളെ സ്കൂളിൽ അയക്കാതെ കലക്ടറേറ്റിനും സെക്രട്ടേറിയറ്റിനും മുമ്പിൽ നിൽക്കുന്നത് വിനു വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ടതാണ്. ആ സഹോദരിയോട് എനിക്ക് വളരെ നൊന്തുപറ്റ ഗർഭപാത്രത്തിന്റെ ഉടമയാണല്ലോ അവർ. ആ കൊച്ചുകുട്ടികളെ ഇങ്ങനെ മഴയും വെയിലും കൊള്ളിച്ച് തെരുവിൽ കൊതുകടി കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് ഏഷ്യാനെറ്റ് ഇന്ന് ചർച്ച നടത്തേണ്ടത്. കേരളത്തിലെ മണൽ പ്രശ്നമല്ല ജസീറ എന്റെ മുമ്പിൽ ഉന്നയിക്കുന്നത്. ഒരു സ്ത്രീ നടത്തുന്ന കുട്ടികളെ, ഒരുപക്ഷെ അതിന് പിന്നിൽ ആരോ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ സമരത്തിൽ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കണം. അതിന് രാജ്യത്ത് നിയമമുണ്ട്. ഒരമ്മ കുട്ടികളെ നോക്കുന്നില്ലെങ്കിൽ ആ കുട്ടികളെ ഗവൺമെന്റ് പിടിച്ചെടുക്കാനും അവരെ അനാഥാലയത്തിലോ അല്ലെങ്കിൽ മറ്റു സ്കൂളിലോ കൊണ്ടുപോയി പഠിപ്പിക്കാനും ഗവൺമെന്റിന് അവകാശമുള്ള നാടാണ്. യഥാർത്ഥത്തിൽ ജസീറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നടത്തുന്ന അനാവശ്യമായ സമരത്തെ
ഒരു സ്ത്രീ നടത്തുന്ന അനാവശ്യമായ സമരത്തെ, ആ സമരത്തിലെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം, സമരത്തിന്റെ പേരിൽ ജസീറ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം സഹോദരി ഏറ്റവും മോശമായ രീതിയിൽ ആ കുട്ടികളെ ഇങ്ങനെ തെരുവിൽ കിടത്തുന്നത് വളരെ 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 ഗുരുതരമായ പ്രശ്നമായി, മാനുഷിക പ്രശ്നമായി ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും അവരുടെ ബന്ധുക്കൾ പരാതി ചർച്ച ചെയ്യേണ്ടത്. എനിക്ക് പറയാനുണ്ട് അബ്ദുള്ള കുട്ടി സാർ, ഞാൻ തെരുവിലല്ല കിടക്കുന്നേ. എന്റെ ഇന്ത്യൻ പൗരയുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഞാൻ സമരം ഇരിക്കുവാണ്. തെരുവിൽ പോയവളല്ല ജസീറ. തെരുവിൽ പോകുമ്പോ അപ്പം പറഞ്ഞാൽ മതി. ഒരു പെണ്ണിന്റെ സ്കൂളിൽ അയക്കുന്നത് ആര് പറഞ്ഞു? സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നോക്കൂ. തിരുവനന്തപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എന്റെ മക്കൾ പോയിട്ടുണ്ട്. ആര് പറഞ്ഞു പോയിട്ടില്ലെന്ന്? 3 ദിവസത്തെ ലീവ് വാങ്ങിയിട്ട് ഞാൻ വന്നപ്പോ പെട്ടെന്ന് തീരുമാനം ഉണ്ടാകുന്ന അറിഞ്ഞ് വന്നു. പക്ഷെ 3 ദിവസം കൊണ്ട് തീരുമാനമാകാത്തതുകൊണ്ട് പല സ്കൂളുകളിലും തിരുവനന്തപുരം എല്ലാ സ്കൂളിലും പോയി കാല് പിടിച്ചു എന്റെ മക്കളെ ചേർക്കാൻ വേണ്ടി. TC ഇല്ലാതെ ശരിയാവൂലെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച എന്റെ ഭർത്താവിന് ലീവ് TCയും വാങ്ങി വന്നു. ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എന്റെ മക്കളെ വിട്ടു. അവരിന്ന് തിരിച്ചു വന്നു. നാളെയും പോകും സ്കൂളിൽ. ആര് പറഞ്ഞു? മണൽ മാഫിയക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട എന്നെ എന്തിനാ ബലിയാടാക്കുന്നത്? നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ എന്തിനാണ് നാടിനെ നശിപ്പിക്കാൻ വേണ്ടി? എന്തിനാണ്? നാണക്കേടാണ് കേരളത്തിന് ഇങ്ങനത്തെ ഒരു MLA നാണക്കേടാണ്. അബ്ദുള്ളക്കുട്ടി, അതെ പറയൂ, വിനോ ചോദിക്കൂ. അല്ല കേട്ടല്ലോ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം അവർ പറയുന്നത്. എന്റെ വീട് മണൽ മാഫിയക്കാർ ആക്രമിച്ചിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ ആ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. കുട്ടികളെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കാതെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി എന്താ പറയാനുള്ളത്? ഇതാണോ പറയാനുള്ളത്? ഇത് ഒരു സമരത്തിൽ പറയുന്ന ന്യായം എന്താണെന്ന് അറിഞ്ഞ് നിയമ നടപടി ഓൾറെഡി ഉള്ള സിയാസത്ത് ആക്ട് നിയമം നടപ്പിലാക്കുന്നതിൽ പകരം പലതരം പ്രശ്നങ്ങൾ പറയുക. ആദ്യം പറഞ്ഞു മീഡിയാസിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു ഒഴിച്ചു മാറ്റി. അത് കഴിഞ്ഞ് പറഞ്ഞു പിന്നെ ഭ്രാന്താണെന്ന് പറഞ്ഞു ഒഴിച്ചു മാറ്റി. ചൈൽഡ് ലൈൻകാരെ കൊണ്ട് പിടിച്ചു മാറ്റി. ഇതൊക്കെ കഴിഞ്ഞപ്പോ പണപ്പിരിവിനാന്ന് പറഞ്ഞു മാറ്റി. പണപ്പിരിവാന്ന് പറയുന്ന പ്രിയപ്പെട്ട കലക്ടറോടോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരോട് ഞാൻ പറയുന്നു, 1.5 വർഷമായിട്ട് എന്റെ 7 സെന്റ് സ്ഥലം വിറ്റിട്ട് ഞാൻ ഓട്ടോറിക്ഷ വാങ്ങിയോ കോട്ടയത്ത് വെച്ചപ്പം പെട്ടെന്ന് ഒരു ദിവസം ഇവിടെ വന്ന കാഴ്ച കണ്ട് തിരിച്ചു പോകാതെ എന്റെ 2 ലക്ഷം രൂപയുള്ള എന്റെ സ്ഥലം വിറ്റ് വാങ്ങിച്ച ഓട്ടോറിക്ഷ അവിടെ തുരുമ്പ് പിടിച്ച് കിടക്കുന്നുണ്ട്. അതിന്റെ 7 അയലത്ത് വരുമോ ഇന്ന് കിട്ടുന്ന 1000 രൂപയുടെ സംഭാവന? എന്തുകൊണ്ട് എനിക്കൊന്നും നഷ്ടങ്ങൾ കണക്കാക്കുന്നില്ല? മണൽ മാഫിയക്കാർ എന്റെ ഷെഡ് പൊളിച്ചപ്പോ വാതിലില്ലാത്ത വീട്ടിൽ ഞാനും എന്റെ 2 പെൺമക്കളും കുഞ്ഞടക്കം കിടക്കുമ്പോ എന്തുകൊണ്ട് ഇങ്ങനത്തെ ചൈൽഡ് ലൈൻകാർ വന്ന് സംരക്ഷിക്കാൻ ഏറ്റെടുത്തില്ല? വാതിലില്ലാത്ത വീട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 8 മാസം കഴിഞ്ഞ് എനിക്ക് കടം വാങ്ങിയിട്ട് വാതിൽ ശരിയാക്കണമെന്നും പറഞ്ഞ് ആ ഒരു വാതിൽ ശരിയാക്കാൻ MLA ശ്രമിച്ചോ? ഈ പഞ്ചായത്തുകാർ ശ്രമിച്ചോ? ഈ നാട്ടുകാർ ശ്രമിച്ചോ? ഇല്ല. എന്റെ ഷെഡ് പോയി നോക്ക്. വാതിൽ അബ്ദുള്ളക്കുട്ടി, അവർ ഈ അവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ ഉണ്ടാവാത്ത സഹതാപമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ അവർ സമരത്തിലെത്തിയപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നതും ഈ മുതലക്കണ്ണീര് പൊഴിക്കുന്നതും. സമരത്തിന് മാത്രമല്ല ഈ ജസീറയുടെ നാട്ടിലും പോയിട്ടുണ്ടല്ലോ. ശ്രീ അബ്ദുള്ളക്കുട്ടി പറയുന്നതാണ് അവിടുത്തെ കാര്യം. ഒരിക്കലുമല്ല. ഈ സമരം അനാവശ്യമാണെന്ന് വിളിച്ചു പോകുന്നത് ആരാ? ഒരു ജനപ്രതിനിധി. ഈ ജനപ്രതിനിധിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇത്? ശരിക്കും ജസീറ പറയുന്ന സമരമെന്ന് പറയുന്നത്, ജസീറ ഇവരോട് ഔദാര്യം ചോദിക്കുന്നില്ല. ഈ നിയമത്തെ നടപ്പിലാക്കി എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ സ്വദേശത്തെയും രക്ഷപ്പെടുത്തുക എന്നാണ് ജസീറ പറയുന്നത്. അതിനുവേണ്ടിയാണ് ഒരു ജനപ്രതിനിധി സമീപിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതിനു പകരം ഞാൻ അവിടെ പോയി കണ്ട കാഴ്ചയെന്ന് പറയുന്നത്, ഇപ്പോൾ ജസീറ പറയുന്നതിനേക്കാൾ ഭീകരമാണ് ഞാൻ കാണുമ്പോൾ. ജസീറ കണ്ണൂർ കളക്ടറേറ്റ് പടിക്കൽ സമരത്തിൽ ഇരിക്കുമ്പോഴാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ പോകുന്നത് ആ സമരം കാണുന്നതിന് വേണ്ടി. അവിടെ ആ സ്ഥലത്ത് ഒരു ഭാഗത്ത് ജസീറയുടെ സ്വദേശമായ മാട്ടൂൽ പഞ്ചായത്തില് ധാരാളം മണൽ മാഫിയ തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. ഇപ്പുറത്തെ സ്ഥലത്ത് മണൽ കൊണ്ടുപോയി വിൽക്കുകയാണല്ലോ. അബ്ദുള്ളക്കുട്ടി പറയുന്ന പോലെ വീട് പണിയുകയല്ല. അല്ല, ഒരിക്കലുമല്ല. വീട് പണിയാൻ ഈ തീരപ്രദേശത്ത് അത് മാത്രമല്ല, ഞങ്ങൾ വെറുതെ അവിടെ പോയി സന്ദർശിച്ചു വരികയല്ല ചെയ്തത്. ഞങ്ങൾ കൺസ്ട്രക്ഷൻ നടക്കുന്നവരും കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അവര് പറയുന്നു ഒരു ലോറി മണലിന് 7000 രൂപയാണ് വില. 7000 രൂപയാണ് വില. ഈ നുണ പറയുന്നത് ആരാണ്? പിന്നെ ജനപ്രതിനിധിയാണോ നുണ പറയുന്നത്? അതോ ഇത്തരം സമരങ്ങൾ സ്വന്തം ജീവനെ പോലും കുട്ടികളെ പോലും പണയം വെച്ച് നടത്തുന്ന ഈ